ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുതിയ അമ്മമാർക്കും അതുപോലെ മദേഴ്സ് ആവാൻ പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇലക്ട്രോണിക് പമ്പിനെ കുറിച്ചിട്ടായിരുന്നു, ബ്രസ്റ്റ് പമ്പിനെ കുറിച്ചിട്ട്. അപ്പൊ അതിനകത്ത് വന്ന റെസ്പോൺസിലൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട് ഉണ്ട്. എങ്ങനെ വാങ്ങണം, എവിടുന്ന് വാങ്ങണം, ഏതാണ് നല്ല പ്രൊഡക്റ്റ്, അങ്ങനെ. അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാം. എന്റെ ഒരു യൂസിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഒരുപാട് നാള് സെർച്ച് ചെയ്ത് റിവ്യൂസ് എല്ലാം നോക്കിയിട്ടാണ് ഈ സാധനം വാങ്ങിയത്. അപ്പൊ ഞാനൊരു വർക്കിംഗ് വുമൺ ആണ്. ഒരു വർക്കിംഗ് 8 hours ഒക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, പമ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. പമ്പ് ചെയ്തിട്ട് എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ട് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത്. പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല, ഇതാണ് പ്രൊഡക്റ്റിന്റെ പേര് ബംറ്റു ക്രാഡിൽ എന്നാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇത് പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് എന്താ പറയാ, എന്റെ സ്ട്രെസ് ഒക്കെ ഭയങ്കര റിലീഫ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് എന്നെ പോലെയുള്ള അമ്മമാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ ആക്ച്വലി വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഞാൻ നാട്ടില് ലീവിന് പോയ സമയത്ത് ഞാൻ ഇത് വാങ്ങിയിട്ട് വന്നതാണ്. ആമസോണിൽ ഇതിനൊരു 6500 ഉണ്ട്. പക്ഷെ ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുള്ളൂ. എനിക്ക് ഒരെണ്ണം കൂടെ വാങ്ങണമെന്നുണ്ട്. ഇനി ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങും. കാരണം ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഒരു സൈഡ് പമ്പ് ചെയ്യാനായിട്ട് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ്സ് തന്നെ വേണ്ട. നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ മിൽക്ക് ഇതിനകത്ത് പമ്പ് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നുണ്ട്. രണ്ട് സൈഡിലും കൂടെ ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു ½ an hour എടുക്കുള്ളൂ. അത് പിന്നെ നമ്മൾ വെക്കുന്ന പൊസിഷൻ, അതുപോലെ എത്ര എന്താ പറയാ നല്ല രീതിയിൽ സക്ക് ചെയ്തിരിക്കുന്നുണ്ട്, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടിരിക്കും എത്ര പെട്ടെന്ന് ഇത് പാല് പമ്പ് ചെയ്യുന്നു എന്നുള്ളത്. എന്റെ കയ്യിൽ ഇപ്പൊ ഇതിന്റെ ബോക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതോടെ കാണിച്ചു തന്നെ. ഞാനെല്ലാം നാട്ടി വെച്ചിട്ട് പോകുന്നു. പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതൊരു ഇലക്ട്രോണിക് പമ്പാണ്. ഇതിന്റെ ഈ സൈഡിലായിട്ടാണ് ഇതിന്റെ ചാർജിങ് പോയിന്റ് വരുന്നത്. ഇതൊരു C ടൈപ്പ് ചാർജിങ് ആണ്. അപ്പൊ ഏത് ചാർജിങ് USB വേണമെങ്കിലും യൂസ് ചെയ്യാം. C ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്തിടാൻ പറ്റും. പിന്നെ ഇതിന്റെ മോഡ് എന്ന് പറയുന്നത്, ഇതിനൊരു 9 മോഡുണ്ട്. സ്പീഡാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഞാൻ എപ്പോഴും 9 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് സക്ക് ചെയ്തെടുക്കും, പെട്ടെന്ന് പാല് വരികയും ചെയ്യും. അതുപോലെ ഇതിനൊരു മസാജിങ് ഓപ്ഷനും കൂടെ ഉണ്ട്. ഇവിടെ വേവി ആയിട്ട് കാണിക്കുന്നത് അത് മസാജിങ് ആണ്. അതായത് മസാജ് മാത്രം മതി ബ്രസ്റ്റിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെക്കാം. അതുപോലെ മസാജും അതിന്റെ കൂടെ തന്നെ പാല് നമുക്ക് പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ പാലിന്റെ ഡ്രോപ്സ് പോലെ കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ വെക്കാം, അത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. അതെല്ലാം നമ്മുടെ എന്താ പറയാ കംഫർട്ട് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഉള്ള ഓപ്ഷൻസ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഈ കാണിക്കുന്ന കട്ട എന്ന് പറഞ്ഞ ചാർജ് ആണ്. ടോട്ടൽ 4 കട്ട ഉണ്ടാവും. അതാണ് ഫുൾ ചാർജ്. കുറഞ്ഞുകൊണ്ടിരിക്കും. മാക്സിമം നമ്മൾ അത് ഓഫ് ആവുന്നതിന് മുന്നേ തന്നെ ചാർജ് ചെയ്തിടാനായിട്ട് എല്ലാവരും ശ്രമിച്ചാൽ മതി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. അല്ലാതെ വേറെ ഇതിനകത്ത് എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്യും, എങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ബ്രസ്റ്റിൽ വെക്കുന്ന ഏരിയ. ഇത് നമ്മൾ ബ്രസ്റ്റിന്റെ നടുക്ക് വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഈ ഭാഗത്തിലേക്ക്, ഈ നടുക്ക് ഭാഗത്തിലേക്കാണ് നമ്മുടെ നിപ്പിള് പോകേണ്ടത്. അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഓൺ ആക്കുക. ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേനും പവർ ഓൺ ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാലായിട്ട് സക്ക് ചെയ്യാനായിട്ടുള്ള പമ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മസാജ് വേണമെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും രണ്ടും ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്ത് കാണിക്കാമേ. അപ്പൊ ഇവിടുന്ന് പതുക്കെ ഇത് സിലിക്കൺ ആണ്. ജസ്റ്റ് വലിച്ചെടുക്കുമ്പോൾ ഈ സാധനം പുറത്തു വരും. ഇതൊരു പാർട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാർട്ട്. ഇവിടെയാണ് നമ്മൾ പാല് സ്റ്റോർ ചെയ്യുന്നത്. ഈ പമ്പ് ചെയ്ത് വരുന്ന പാല് ഇതിനകത്താണ് വരുന്നത്. അത് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഓപ്പൺ ആവും. ഇത് നമുക്ക് പാല് നിറഞ്ഞു കഴിയുമ്പോഴത്തേനും എങ്ങോട്ട് വേണേലും ഒഴിച്ച് മാറ്റി വെക്കാം. എസ്പെഷ്യലി മിൽക്ക് ബോട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ കവറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം, നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന ഭാഗം ഇത് നമ്മൾ ജസ്റ്റ് താഴോട്ടൊന്ന് പുള്ള് ചെയ്യണം. പുള്ള് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരും. ഇതാണ് വേറൊരു പാർട്ട്. അപ്പോ പാല് ഈ സൈഡിൽ കൂടെ താഴേക്ക് വരും. എന്നിട്ട് ഇതുവഴിയാണ് ഇതിനകത്തേക്ക് വീഴുന്നത്. ഓക്കെ, ഇതും നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഭാഗമാണ് കേട്ടോ പാല്
വരുന്ന ഏരിയ. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ പാല് എടുത്തതിന് ശേഷം ക്ലീൻ ചെയ്യാനായിട്ട്. ഇതിപ്പോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു ബ്രഷും കിട്ടുന്നുണ്ട്, അതിന്റെ കൂടെ ഒരു USB ചാർജർ കിട്ടും, പിന്നെ ഇതിന്റെ ഒരു പേരും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂടെ ഈ ബോട്ടില് നമുക്ക് ഇതിനകത്ത് തന്നെ പാല് വെക്കണം, ചില സിറ്റുവേഷനിൽ വെക്കണം എന്നൊരു സിറ്റുവേഷൻ വന്നാൽ അത് അടയ്ക്കാനുള്ള ഇതിന്റെ ഒരു ടോപ്പും കൂടെ നമുക്ക് വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്കത് അടച്ചു വെക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്യാം. എല്ലാം ഇങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ഇതിലേക്ക് നമ്മളിതിങ്ങനെ കയറ്റി വെക്കും. ഇത് ഇത്രയേ ഉള്ളൂ സാധനം. ഭയങ്കര സിമ്പിളാണ്, കാണാനും ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ നമുക്കിത് നെഞ്ചിൽ വെക്കാനും കുറച്ച് ഭയങ്കര ഈസിയാണ്. കാരണം ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കിയപ്പോൾ തന്നെ കൂടുതലും എല്ലായിടത്തും നോക്കിയപ്പോൾ കൂടുതലും ഞാൻ കണ്ടത് ബോട്ടിലാണ് വരുന്നത്. ഇപ്പൊ ഇലക്ട്രോണിക് പമ്പ് ആണെങ്കിൽ പോലും ബോട്ടിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര കൺവീനിയന്റ് അല്ല. ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പാടാണ് എനിക്ക്, പിന്നെ വെക്കാനും ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും എനിക്ക് ആപ്റ്റായിട്ട് ഫീൽ ചെയ്തത് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം നോക്കിയിരുന്ന് വാങ്ങിയത്. ഇത് ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ, ഇത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങണം. ഞാൻ ഒരുപാട് നോക്കി, പക്ഷെ റിവ്യൂസ് ഒന്നും നല്ലത് ഞാൻ കണ്ടില്ല. കാരണം ഇതുപോലുള്ള പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് പ്രൊഡക്റ്റിന്റെ ഡ്യൂറബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് നിന്ന് പോവാണ്. കാരണം ഇതിങ്ങനെ പമ്പ് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂസ് സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാല് കറക്റ്റ് വരില്ല. പക്ഷെ ഇത് ഞാനിപ്പോ ഒരു 2 മാസം ആയി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടിരിക്കുന്നത്. ഞാൻ കൊടുത്ത പൈസക്ക് ഭയങ്കര വേർത്താണിത്. അപ്പൊ ഏതെങ്കിലും അമ്മമാര് ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുപോലൊരു ബ്രസ്റ്റ് പമ്പ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും വാങ്ങാം. ഇത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം 8, 9, 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നവർക്ക് പാൽ അങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലെടുത്ത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ്, പാല് നമ്മൾ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ സൂക്ഷിക്കും, എത്ര നാള് സൂക്ഷിക്കും, എത്ര മണിക്കൂർ സൂക്ഷിക്കും എന്ന്. ഓക്കെ, ആൻസർ ഇതാണ്. നമ്മൾ നോർമലി പമ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ, ഹൈ ടെമ്പറേച്ചർ അല്ല, നോർമൽ ടെമ്പറേച്ചർ 25 to 30 ടെമ്പറേച്ചറിൽ, 30 ഒക്കെ കൂടുതലാണ് കേട്ടോ, അതിന് താഴോട്ട് ഉള്ള ഒരു ടെമ്പറേച്ചർ ആണ് റൂം ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ബോട്ടിലാക്കി ഒരു 4 hours വരെ യൂസ് ചെയ്യാൻ പറ്റും. അത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. 4 hours വരെ നമ്മുടെ പാല് ഒരു കേടും കൂടാതെ ഇരുന്നോളും. ഇനി അതല്ല, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചുകൂടെ നാൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ ഫ്രിഡ്ജില് നമുക്ക് ഇതുപോലത്തെ ഒരു കവറിനകത്തോ അല്ലെങ്കിൽ നോർമൽ മിൽക്ക് ബോട്ടിലോ ഒരു 4 days വരെ വെക്കാൻ പറ്റും. 4 days. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ കവറാണ് അല്ല ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ഡേറ്റ്, അതുപോലെ വോളിയം ഒക്കെ കാണും. അതനുസരിച്ച് നമുക്ക് ഡേറ്റ് ഏത് ഡേറ്റിലാണ് നമ്മൾ പാലെടുത്തത്, എത്ര ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്കിപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ്, അതായത് ബാക്കിലെടുത്തത് എത്ര ദിവസം മുന്നേ എടുത്തോ അത് ആദ്യം യൂസ് ചെയ്യുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് ഒരുപാട് പഴകിയത് ഇരിക്കാതെ പഴകിയതൊക്കെ ആദ്യം എടുത്തു പോയിട്ട് ബാക്കിയുള്ളത് നമുക്ക് പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചോണ്ടിരിക്കാം. പിന്നെ ഞാനിപ്പോ ഈ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ, ഇത് ഞാൻ ഫ്രീസ് ചെയ്തേക്കുമായിരുന്നു. അതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തെടുക്കുക. ഇത് ഫ്രീസറിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു മാസങ്ങളോളം ഇതിരിക്കും. ഒരു 4 to 6 months ഒക്കെ ബ്രസ്റ്റ് മിൽക്ക് കേടുകൂടാതിരിക്കുക. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓൺലി തിങ് ഇസ്, നമ്മൾ ഇത് എടുത്തതിന് ശേഷം നോർമൽ ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിനകത്ത് കുറച്ചു നേരം വെച്ചിട്ട് ഇതിന്റെ ഐസ് മാറ്റണം. ഐസ് മാറ്റി ഇത് നോർമൽ ആയി കഴിയുമ്പോഴത്തേന് റണ്ണിങ് ഹോട്ട് വാട്ടർ, ഒരു ലൂക്ക് വാം വാട്ടർ ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് പതുക്കെ അലിയാൻ തുടങ്ങും. എന്നിട്ടൊരു 40 degrees Celsius മാത്രം വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാൻ പാല്. ഇപ്പോ എല്ലായിടത്തും നമുക്കിപ്പോ എവിടെ പോയിട്ടുണ്ടെങ്കിലും സ്റ്റെറിലൈസറും അതുപോലെ മിൽക്ക് വാമറും ഒക്കെ കിട്ടും. അപ്പൊ വാമറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 40 degrees Celsius സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പാല് ചൂടാക്കി കിട്ടും. കുഞ്ഞിന് കുടിക്കേണ്ട ആ ഒരു
ലെവലിലേക്ക് കിട്ടും. അത്രേ ഉള്ളൂ നമ്മൾ പാല് സൂക്ഷിക്കേണ്ട കാര്യം. പിന്നെ അത് ഒരുപാട് പഴകാതെ നോക്കുക. മാക്സിമം പെട്ടെന്ന് കൊടുക്കാൻ വരുന്ന കൊടുക്കുക. ഇത് നിങ്ങൾ ഒരുപാട് പാൽ എന്താ പറയുക മിൽക്ക് സപ്ലൈ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പാല് നമുക്ക് പമ്പ് ചെയ്ത് കളയാതെ അല്ലെങ്കിൽ അതിങ്ങനെ പിഴിഞ്ഞ് കളയാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാം. അത് കൊടുക്കാതെ വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊക്കെയാണ് വേണ്ടിയിട്ടാണ് ഈ പമ്പ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇതുപോലത്തെ കവർ നമുക്ക് എല്ലായിടത്തും കിട്ടും കേട്ടോ. ഐ മീൻ ഫസ്റ്റ് ക്രൈയില്, അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലായിടത്തും കിട്ടും. ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്നും എടുത്തിട്ട് ഞാൻ കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. കാരണം ഞാൻ ഖത്തറിലോട്ട് വരുന്നതുകൊണ്ട് നാട്ടിലത്തെ പോലെ കുറച്ച് അവൈലബിലിറ്റി ഉണ്ട്. എന്നാലും കുറച്ചൊരു ഈസി ആയിട്ട് എനിക്ക് തോന്നിയ നാട്ടിൽ നിന്ന് വാങ്ങുന്നതാണ്. അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ടാണ് വന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കൂടുതൽ എന്തെങ്കിലും അറിയണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക കമന്റിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ അതിനുള്ള ഉത്തരം പറയാം. പിന്നെ ഇതിന്റെ പാല് എടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് മാറ്റിയെന്നുള്ള വീഡിയോ ഞാനൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാം. പിന്നെ ഈ പ്രൊഡക്ട്സിന്റെ ലിങ്ക് വേണം എന്നുള്ളവർക്ക് ഞാൻ ലിങ്കും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങാൻ പറ്റും. പിന്നെ ഇതിന്റെയും ഞാൻ കൊടുക്കാം. ഇനി എന്തെങ്കിലും ഇതുപോലുള്ള ഹെൽപ്ഫുൾ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു അമ്മയാവാൻ പോകുന്നവര് ഇതുപോലുള്ള ഡൗട്ട് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എല്ലാ അമ്മമാരെയും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്റെ കുഞ്ഞുവാവ് ഇവിടെ കിടന്ന് കരയുന്നുണ്ട്. അവളെ എടുത്തിട്ട് ഞാൻ ഇനി കുറച്ച് പാലൊക്കെ കൊടുക്കട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സീ യു, ബൈ ബൈ.